മാപ്പിള ലഹള എന്നാണല്ലോ. ശൂദ്രരായ ആൾക്കാരാണ് കൂടുതലും പോയെന്നാണ് ഇപ്പൊ സാമൂതിരി രേഖയിലുള്ളത്. ഇത് സാമൂതിരി ചരിത്രത്തിലെ കാണാപ്പുറങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ സാമൂതിരി കോവിലകത്തെ രേഖകളുടെ ഉദ്ധരണിയുണ്ട്. ഞാൻ ആ സാമൂതിരി രേഖയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വെറുതെ കെട്ടുകഥയല്ല. 1096 ചിങ്ങം മുതൽക്കുണ്ടായ മാപ്പിള ലഹളയിൽ ശൂദ്രരായ പല ഹിന്ദുക്കളെയും നിർബന്ധിച്ച് പല അക്രമങ്ങളും മാപ്പിളമാർ നടത്തിയതിന്റെ മേൽ പറഞ്ഞ ഹിന്ദുക്കൾക്ക് ജാത്യാചാര വിരുദ്ധമായ താഴെ പ്രസ്താവിച്ച അനിവാര്യമായ ദോഷങ്ങൾ സംഭവിച്ചതുകൊണ്ട് അവരുടെ ദോഷങ്ങൾ തീർത്ത് സ്വജാതിയിൽ കൂട്ടേണ്ടതാണെന്നും ദോഷപരിഹാരത്തിന് താഴെ കാണിക്കുന്ന പ്രകാരമുള്ള പ്രായശ്ചിത്തങ്ങൾ മതിയാകുന്നതാണെന്നും ഈ സഭയിൽ വെച്ച് അധികാരസ്ഥന്മാരായ വൈദികന്മാരും വാദ്യാനും മറ്റ് യോഗ്യരായ ബ്രാഹ്മണരും കൂടി പ്രമാണരൂപേണ ആലോചിച്ച് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ എന്താണ് ദോഷങ്ങൾ, അതിനുശേഷം പ്രായശ്ചിത്തങ്ങൾ. അങ്ങനെ പ്രായശ്ചിത്തം എല്ലാം ചെയ്ത് മതം മാറിയ ആൾക്കാരുടെ പേര് വിവരവും എണ്ണവും കോവിലകത്തെ രേഖയിലുണ്ട്. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ആരാ ഖർവാപ്പസി നടത്തിയത്? സാമൂതിരി രാജാവ് RSS ആയിരുന്നു. മലബാർ ലീഫ് കമ്മിറ്റി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ RSS ആയിരുന്നു. ആരുമായിരുന്നില്ല. ഇതൊന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ചെയ്തതല്ല. ഇതൊന്നും RSSന്റെ അജണ്ടയല്ല. ഇതൊന്നും മോഡി ഇപ്പൊ പുതിയതായിട്ട് സ്വപ്നം കണ്ടുണ്ടിരുന്ന നായക്കൊരു വിളി കേട്ടു എന്ന് പറഞ്ഞതുപോലെ മോഡി അധികാരത്തിലെഴുതി പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ഉണർന്നത് സ്വപ്നവുമായിട്ടാണ്. മതം മാറിപ്പോയി എല്ലാവരും തിരിച്ചു കൊണ്ടുവന്നുകളയാ. ഈ നാട്ടിലെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ മുഴുവൻ ഇല്ലാതെയാക്കാം. അല്ല, 1200 വർഷം തുടർച്ചയായി നടത്തിയ ചരിത്രം. അതുകൊണ്ടാണ് ഇന്നും ഇത്രയുമെങ്കിലും ഭാരതം അവശേഷിക്കുന്നത്. ഇത്രയുമെങ്കിലും കാശ്മീർ ഇന്നും തലവേദനയായി മാറാൻ കാര്യമെന്താ? ഖർവാപ്പസിയുടെ ചരിത്രം അറിയാത്ത ഒരു വിഡ്ഢി അവിടെ രാജാവായതുകൊണ്ട്. കാശ്മീരിൽ നിന്ന് പ്രശ്നമായി മാറിയത് നൂറ്റാണ്ടുകളായി. ഈ ഗതികേട് 2 നൂറ്റാണ്ട് മുമ്പ് മഹാരാണ രഞ്ജിത് സിംഹന്റെ അധീനതയിൽ കാശ്മീർ വന്നു. അതിനു മുൻപായിരുന്നു മുഗളന്മാരുടെ ഭരണം. ആ മുഗള ഭരണകാലത്ത് ആണ് മതം മാറ്റം കാശ്മീരിൽ ഏറ്റവും കൂടുതൽ നടന്നത്. അങ്ങനെ മതം മാറ്റപ്പെട്ട കാശ്മീരികളെ മുഴുവൻ അവർ മുഴുവൻ മുസ്ലിങ്ങളായിട്ട് തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുശേഷം റാണ രഞ്ജിത് സിംഹൻ അധികാരം പിടിച്ചെടുത്ത് തന്റെ കീഴിലാക്കി അവിടെ സാമന്തനായ രാജ ഗുലാബ് സിംഗിനെ അധികാരമേൽപ്പിച്ചു. ഗുലാബ് സിംഗ് അധികാരമേറ്റപ്പോൾ അവിടുത്തെ ബ്രാഹ്മണ പുരോഹിതന്മാരും മറ്റ് പ്രമാണിമാരും രാജാവിന്റെ മുഖം കാണിച്ചു, ഞങ്ങളെ തിരിച്ചെടുക്കണം. മഹാരാജാവ് പുരോഹിതന്മാരോട് ചോദിച്ചു, തിരിച്ചെടുക്കാമോ? പുരോഹിതന്മാർ പറഞ്ഞു, വേദത്തിൽ പ്രമാണമില്ല. അവര് രാജ്യഗ്രഹമൊന്നും കണ്ടിട്ടുണ്ടായി. പുരോഹിതന്മാർക്ക് വേദമറിയില്ല. ചിലർക്കറിയാം. ബഹുഭൂരിപക്ഷം പുരോഹിതന്മാരെ എന്ന് തിരുത്തി വായിക്കണം നിങ്ങൾ. ഈ അമ്പലത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു അമ്പലത്തിലെ 100 പൂജാരിമാരെ എടുക്കുക. അവർ വേദം പഠിച്ചിട്ടുണ്ടോ? എല്ലാവരും. ചിലരുണ്ടോ? ഉപനിഷത്ത് വായിച്ചിട്ടുണ്ടോ? ബ്രാഹ്മണന്മാർ അവർക്കറിയുമോ? അവരുടെ കുറ്റമല്ല ഞാൻ പറഞ്ഞത്. പുരോഹിതന്മാരോടാണ് ഗുലാബ് സിംഗ് ചോദിച്ചത്, തിരിച്ചെടുക്കാമോ എന്ന്. ഗുലാബ് സിംഗിനോട് പുരോഹിതന്മാർ പറഞ്ഞു, വേദത്തിൽ പ്രമാണമൊന്നുമില്ല, പോയ പോക്കാണ്. അങ്ങനെയാണ് കാശ്മീരിൽ മുസ്ലിം ഭൂരിപക്ഷമായത്. ഗുലാബ് സിംഗിന് വിവരമുണ്ടായിരുന്നുവെങ്കിൽ, ചരിത്രം അറിയുമായിരുന്നുവെങ്കിൽ ഗുലാബ് സിംഗ് ചോദിക്കേണ്ടിയിരുന്നത് ഋഷിമാരോടായിരുന്നു, സന്യാസിമാരോടായിരുന്നു. ഭാരതത്തിന്റെ ചരിത്രത്തെ വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്, നവോത്ഥാനം സംഭവിപ്പിച്ചിട്ടുള്ളത്, വഴികാട്ടിയിട്ടുള്ളത് ഋഷിമാരും സന്യാസിമാരുമാണ്, പുരോഹിതന്മാരല്ല. എന്താണോ പുരോഹിതന്മാർക്ക് അധീനതയിലായത് അന്ന് അധപ്പതനമേ ഉണ്ടായിട്ടുള്ളൂ. ഹിന്ദു സമൂഹം മാത്രമല്ല, ലോകത്തിൽ എവിടെയാണെങ്കിലും പുരോഹിതന്മാരെ അനുസരിച്ചു പോയ മതം, പുരോഹിതന്മാർക്ക് കീഴടങ്ങിയ ജനത, പുരോഹിതന്മാർ വഴികാട്ടിയ ഒരു സമൂഹവും ഇന്നോളം നന്മയിലേക്ക് പോയിട്ടില്ല, പുരോഗതിയിലേക്ക് പോയിട്ടില്ല, പരിവർത്തനം സംഭവിച്ചിട്ടില്ല. ഭാരതത്തിൽ പുരോഗതി സൃഷ്ടിച്ചത്, നവോത്ഥാനം സൃഷ്ടിച്ചത്, ഖർവാപ്പസി നടത്തിയത് പുരോഹിതന്മാരല്ല, ഋഷിമാരാ, സന്യാസിമാരാ. അവരാണ് വഴികാട്ടികൾ. അവരോടായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്.
അങ്ങനെ ചോദിക്കാൻ പറ്റാതെ പോയത് കൊണ്ട്, തെറ്റായി ചോദിച്ചത് കൊണ്ടാണ് ഈ ഗതികേട് ഉണ്ടായത്. ആ ഗതികേട് ഭാരതത്തിൽ മുഴുവൻ സംഭവിച്ചില്ല. സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പറയാൻ ഇവിടെ അധ്യക്ഷനാവാൻ സാറോ പറയാൻ ഞാനോ കേൾക്കാൻ നിങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇത്തരം ധർവാപ്പസി നടത്താതെ പോയ അനേക രാജ്യങ്ങളിൽ ഒന്നിനെ കുറിച്ച് സഞ്ചാര സാഹിത്യത്തിന്റെ ചക്രവർത്തി എഴുതി വെച്ചിട്ടുണ്ട്. ഉഗാണ്ടയെ കുറിച്ച്. ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരെ തുടർന്ന് ഫ്രഞ്ചുകാരായ കത്തോലിക്ക മിഷണറിമാരും ഉഗാണ്ടയിൽ എത്തിച്ചേർന്നു. അപ്പോഴാണ് ഉഗാണ്ടയിൽ അന്തഛിദ്രം ആരംഭിച്ചത്. ഈ ബ്രിട്ടീഷുകാർ അവിടെ എത്തുന്നതിന്റെ കാരണം 1875 സ്റ്റാൻലി ഉഗാണ്ടയിലൂടെ സഞ്ചരിച്ചത്. സ്റ്റാൻലി ഇംഗ്ലണ്ടിൽ മടങ്ങിയെത്തി ഉഗാണ്ടയെ പറ്റി കൂടുതൽ വിവരങ്ങൾ വെള്ളക്കാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സ്വന്തമായൊരു പ്രാചീന സംസ്കാരവും നല്ല ബുദ്ധി സാമർഥ്യവുമുള്ള ഒരു കാപ്പിനി വർഗം ഉഗാണ്ടയിൽ ഉണ്ടെന്ന് കേട്ടപ്പോൾ അവരെ എളുപ്പത്തിൽ ക്രിസ്ത്യാനികളാക്കി മാറ്റാനുള്ള വെപ്രാളത്തോടെ ഒരു കൂട്ടം ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റന്റ് പാതിരിമാർ ഉഗാണ്ടയിലേക്ക് പുറപ്പെട്ടു. 1877 ഒറ്റക്കാടിന്റെ പുസ്തകമാണ്, അദ്ദേഹത്തിന്റെ വാക്യമാണ് ഞാൻ വായിച്ചത്. ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരെ തുടർന്ന് ഫ്രഞ്ചുകാരായ കത്തോലിക്ക മിഷണറിമാരും ഉഗാണ്ടയിൽ എത്തിച്ചേർന്നു. അപ്പോഴാണ് ഉഗാണ്ടയിൽ അന്തഛിദ്രം ആരംഭിച്ചത്. ആരെത്തുമ്പോഴാണ് നാട്ടിലൊക്കെ കലഹങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഒറ്റക്കാട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കോട്ടയത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും. ബാക്കി ഞാൻ യൂറോപ്യൻ പാതിരികൾ ഉഗാണ്ടയിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ അറബികൾ ഉഗാണ്ടയിൽ കുറെ മുസ്ലിം സന്താന പരമ്പരകളെ ജനിപ്പിച്ചിരുന്നു. മുസ്ലിം ജനത കത്തോലിക്കരുമായും പ്രൊട്ടസ്റ്റന്റുകളുമായും ഒരുപോലെ എതിർത്തു പോന്നിരുന്നു. പിന്നീട് ഈ മൂന്ന് കൂട്ടരും തമ്മിൽ അവകാശത്തിന് വേണ്ടി യുദ്ധം നടത്തിയതിനെ കുറിച്ചാണ് ഒറ്റക്കാട് പറഞ്ഞത്. അങ്ങനെ യുദ്ധം നടത്തി. എന്തിന്? മതം മാറ്റുവാനും സ്വത്ത് കൊള്ളയടിക്കാനും. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കെ ഒരു വേള ക്യാപ്റ്റൻ ലൂഗാർഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് നേതാവ് വിജയിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റന്റുകാരാണല്ലോ ബ്രിട്ടീഷുകാർ, ഫ്രഞ്ച് കത്തോലിക്കരെയും അറബി മുസ്ലിങ്ങളെയും കൂടി വിളിച്ചു ചേർത്തു ക്യാപ്റ്റൻ ലൂഗാർഡ്. എന്നിട്ട് ചെയ്ത പണി ഇതാണ്. ഉഗാണ്ടയിൽ മതകക്ഷികൾ തമ്മിലുള്ള നിരന്തര സംഘട്ടനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ക്യാപ്റ്റൻ ലൂഗാർഡ് ഫ്രഞ്ച് കത്തോലിക്കർക്കും ഇംഗ്ലീഷ് പാതിരിമാർക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേകം മതപരിവർത്തന മണ്ഡലങ്ങൾ വേർതിരിച്ചു കൊടുത്തു. ഈ കേരളവും ഭാരതവും ഇങ്ങനെ കുറച്ചു പേർക്ക് പ്രത്യേകം വേർതിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഖർവാപ്പസിയെ എതിർക്കുന്നവരുടെ ആവശ്യം. നിങ്ങളെയൊക്കെ പങ്കിട്ട് കൊടുക്കാൻ, നമ്മളെ പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ ശ്രമം ആണ് ഖർവാപ്പസിയെ എതിർക്കുന്നതിന്റെ കാരണം. ഈ ഖർവാപ്പസി നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ 1200 കൊല്ലമായിട്ട് അനേകം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും കൂട്ടമായ മതപരിവർത്തനം ഉണ്ടായിട്ടും ബലപ്രയോഗത്തിലൂടെയും ചതിയിലൂടെയും ഇത്തരം അനേകം കാര്യങ്ങൾ നടത്തിയിട്ടും അന്നു തൊട്ടിന്നോളം അത് 2015 ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ആകെ വ്യത്യാസം 2014 മുൻപ് മോദി ഉണ്ടായിരുന്നില്ല, 2014 മോദി ഉണ്ടായുള്ളൂ എന്നതാണ് കോലാഹലത്തിന്റെ അടിത്തറ. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും സമുദായ പ്രവർത്തകന്മാരുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള ഒരഭ്യർത്ഥന, ഈ കോലാഹലമൊക്കെ നടക്കട്ടെ. നമ്മുടെ ആചാര്യന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴിയും ഗുരുദേവനും അയ്യാവൈകുണ്ഠ സ്വാമികളും സ്വാമി ശ്രദ്ധാനന്ദനും പൂർവികന്മാരായ ഋഷിമാരും വിദ്യാരണ്യ സ്വാമികളും ദേവനും ഒക്കെ കാണിച്ചു തന്ന മാതൃകയുണ്ട്. ആ മാതൃക നിലനിൽപ്പിന് വേണ്ടി എണ്ണം കുറയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് ജനാധിപത്യ രാജ്യത്തിൽ തലയുടെ എണ്ണത്തിനാണ് പ്രാധാന്യം. പമ്പര വിഡ്ഢിയാണെങ്കിലും പരമാചാര്യനാണെങ്കിലും മഹാമന്ത്രിയാണെങ്കിലും വോട്ടൊന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ എണ്ണം കുറയുന്നിടത്ത് എല്ലാം അവസാനിക്കും. അങ്ങനെ അവസാനിക്കാതിരിക്കണമെങ്കിൽ, ഭാരതം സനാതനമായി നിലനിൽക്കണമെങ്കിൽ ആ ഭാരതത്തെ നിലനിർത്തുവാൻ ഖർവാപ്പസി ബലം പ്രയോഗിച്ചല്ല, സ്വന്തം പൈതൃകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, സ്വന്തം ചരിത്രത്തെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക, സ്വന്തം ആത്മാഭിമാനത്തെ, ഞാൻ സമയക്കുറവുകൊണ്ട് വായിച്ചില്ല, കുമാരനാശൻ എഴുതി വെച്ചിട്ടുണ്ട്, സ്വന്തം സംസ്കാരത്തെ കുറിച്ചും നമ്മുടെ മതത്തെ കുറിച്ചും ശരിയായ
അറിവുണ്ടായി വന്നാൽ നമ്മൾ ഈ മതം ഉപേക്ഷിക്കില്ല. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മതം നമ്മുടേത് തന്നെയാണെന്ന് കുമാരനാശാൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആശാൻ എഴുതിയത് കൊണ്ട് മാത്രമല്ല, അനേകം പേർ പഠിപ്പിച്ചു പോരുന്നു. ആ ഭാരതം നിലനിൽക്കണ്ടേ? നിലനിൽക്കണമെങ്കിൽ അതിനാരായാലും, മാധവിക്കുട്ടിയായാലും, ഞാൻ മാധവിക്കുട്ടി മതം മാറിപ്പോന്നു വെറുതെ ആരോപണം നടത്തിയതല്ല, സമയക്കുറവ് കൊണ്ട് ഞാൻ വായിക്കാഞ്ഞതാണ്. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ രേഖയുണ്ട്. അന്ത്യനിമിഷങ്ങളിൽ കമല ഹരിനാമ കീർത്തനം കേൾക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പത്രപ്രവർത്തകനായ MG രാധാകൃഷ്ണൻ എഴുതിയത്, സുകുമാർ അഴീക്കോട് എഴുതിയത്, പിന്നെ ലീല മേനോൻ എഴുതിയത് ഒക്കെ എഴുതിയ ലേഖനങ്ങളുടെയും പ്രസ്താവനകളുടെയും മുഴുവൻ കോപ്പി എന്റെ കയ്യിലുണ്ട്. അവർ മരിച്ചതും മാധവിക്കുട്ടിയായിട്ടാണ് എന്നുള്ളതിന്റെ അവസാനത്തെ രേഖയാണ് ഇത്. മരിച്ചത് പൂനെയിൽ വെച്ചാണല്ലോ. പൂനെയിൽ പോകുന്നതിന്റെ തലേ ദിവസം എന്റെ മൊബൈലിലുണ്ട്, ഞാൻ അതിന്റെ ശബ്ദക്കുറവായത് കൊണ്ട് കേൾപ്പിക്കുന്നില്ല. കഴിഞ്ഞ വർഷം പുന്നയൂർക്കുളത്ത് ഞാൻ മാധവിക്കുട്ടി അനുസ്മരണത്തിന് പോയിരുന്നു. അവിടെ പ്രത്യേക അതിഥിയായിട്ട് വന്നത് മാധവിക്കുട്ടിയുടെ സഹപാഠിയായിരുന്ന കാർത്യായനി ടീച്ചർ. ആ ടീച്ചർ പ്രസംഗിച്ച് അവസാനിപ്പിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, അവൾ പോകുന്നതിന്റെ തലേ ദിവസം ഞാനും എന്റെ കുടുംബവും കൂടി അവളെ കാണാൻ പോയി. അവിടെ പോയി ഞങ്ങൾ അവളുടെ മുറിയിലിരുന്ന് സ്വകാര്യമായി സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, അതിന്റെ ശബ്ദരേഖ കയ്യിലുണ്ട്, അവൾ എന്നോട് പറഞ്ഞത്, എന്റെ കമലല്ല കാർത്യായനി, എനിക്ക് അവിടെ പോയിട്ട് വേണം ഈ ശിരോവസ്ത്രങ്ങൾ മുഴുവൻ വലിച്ചെറിയാൻ, എനിക്ക് ശ്വാസം മുട്ടുന്നു, ഇത് വലിച്ചെറിയാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിടെ പോവുകയും ആ ശിരോവസ്ത്രം എന്ന മതചിഹ്നം വലിച്ചെറിയുകയും ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും കേട്ട് മരിക്കുകയും ചെയ്ത മാധവിക്കുട്ടിയെ ഇവിടെ കമലാസുരയ്യയുടെ ജഡമായി കൊണ്ടു നടന്ന് ആഘോഷിച്ചത് എന്തിനാണ്? പറയേണ്ടത് സാംസ്കാരിക വകുപ്പും ചില രാഷ്ട്രീയക്കാരും ഒക്കെയാണ്. അവരോടൊരിക്കൽ അവിടെ പോയി കണ്ട ഒരു സാഹിത്യകാരൻ ചോദിച്ചപ്പോ തിരിച്ചു വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ, ഞാനിന്നും നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നില്ല, ഇനി അഥവാ വരുന്നുണ്ടെങ്കിൽ ഒരു പിടിച്ചാരവും ഏതാനും അസ്ഥികഷ്ണങ്ങളുമായിട്ട് ഒരു കലശത്തിന് ഞാൻ വരൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹിന്ദുവായി മരിക്കും, ഹിന്ദുവായി സംസ്കരിക്കപ്പെടും എന്ന് മോഹിച്ച ആഗ്രഹിച്ച മാധവിക്കുട്ടിയായി ഖർവാപ്പസി നടത്തിയ ആ മാധവിക്കുട്ടിയെ കമലാസുരയ്യയുടെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് കേരളത്തിൽ മുഴുവൻ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ശവഘോഷയാത്ര നടത്തിയവർ മാധവിക്കുട്ടിയുടെ ഖർവാപ്പസിയെ തമസ്കരിക്കുകയാണ് ചെയ്തത്. അവർ ഖർവാപ്പസി നടത്തിയതിന്റെ അവസാനത്തെ രേഖ ഇത് ഞാൻ പൂനെയിൽ പോയി സംഘടിപ്പിച്ചതാണ്. അവിടുത്തെ പൂന നഗരപാലികയുടെ മരണപത്രമാണ് ഇത്. ആ മരണപത്രത്തിൽ അവർ പേരെഴുതി വെച്ചിരിക്കുന്നത് കമല മാധവദാസ് എന്നാണ്. ഇതാണ് മാധവിക്കുട്ടിയാണോ കമലാസുരയ്യയാണോ എന്നുള്ളതിന്റെ രേഖ. മതം ചതിക്കപ്പെട്ടവരൊക്കെ തിരിച്ചു വരികയാണ്. ചതി അറിഞ്ഞവർ MB എന്ന സമദാനി, മഹാപ്രസംഗകൻ എന്ന സമദാനിയുടെ കൂടെ പോയിട്ട് ലീലാമേനോൻ എഴുതി വെച്ചതൊന്നും നാലാൾ ഒന്നിച്ചിരിക്കുന്നിടത്ത് പറയാൻ കൊള്ളാത്തതാ. ലീലാമേനോൻ എഴുതി വെച്ചത് സാർ വായിച്ചിട്ടുണ്ടല്ലോ. അവിടെ കൊണ്ടുപോയി കടവെന്ന കൊട്ടാരത്തിൽ കൊണ്ടുപോയി സമദാനിയുമായിട്ട് ഒന്നിച്ചു കഴിഞ്ഞതിന്റെ നാണം കെട്ട അറപ്പൊളവാക്കുന്ന ചരിത്രം അവരുടെ സഹപാഠി ലീലാമേനോൻ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഒരു സാഹിത്യ പരിഷത്തിന്റെ നേതാവ് നമ്മുടെ MB ബെന്നി, കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി, ഞാൻ ഇതുവരെ പറയാനത് നേരാണ്, മാധവിക്കുട്ടിയെ ചതിച്ചത് സമദാനിയാണ്, അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്, അതെനിക്കും അറിയാം, പക്ഷെ ഞാൻ പറയാഞ്ഞത്, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എന്റെ പണി പോകുമെന്ന് പേടിച്ചിട്ട ഞാൻ പറയാഞ്ഞത് എന്ന് MB ബെന്നി എന്ന സാഹിത്യ പരിഷത്തിന്റെ സെക്രട്ടറി എഴുതി വെച്ചു. പ്രേരണ നൽകി, വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ക്രിമിനൽ കുറ്റമാണ്. ആണെന്നാണ് അങ്ങനെയല്ലേ വക്കീലെ? അങ്ങനെയാണെന്നാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്ത ക്രിമിനൽ കുറ്റം ചെയ്തവരാണ് പാർലമെന്റിൽ ഇരിക്കുന്നത്. ഓട്ടെ, പറഞ്ഞു വന്നത് ആ മാധവിക്കുട്ടി വരെ ഖർവാപ്പസിയാണ്. ചതി തിരിച്ചറിഞ്ഞവർ തിരിച്ചു വരുന്നു. 1, ആത്മാഭിമാനം തിരിച്ചറിഞ്ഞവർ തിരിച്ചു വരുന്നു. 2, ചരിത്ര ബോധ്യമുണ്ടായവർ തിരിച്ചു വരുന്നു. 3, ആത്മാഭിമാനമുണ്ട് എന്ന് വിചാരിക്കുന്നവരൊക്കെ തിരിച്ചു വരുന്നു. സ്വന്തം പൈതൃകത്തെ കുറിച്ച് അറിവുണ്ടാവുന്നവർ തിരിച്ചു വരുന്നു. അച്ഛനമ്മമാരെ കുറിച്ച് അഭിമാനം ഉണ്ടായി വരുന്നവർ തിരിച്ചു വരുന്നു. ആ ഖർവാപ്പസി ഇനിയും നടത്തേണ്ടി വരും. ചരിത്രമുള്ള കാലത്തോളം ഭാരതത്തിൽ
സമുദായത്തിന്റെ പുരോഗതിക്ക് അതാവശ്യമാണ്. ഓരോ സമുദായവും സ്വന്തം സമുദായത്തിൽ നിന്ന് പോയവരെ, വഴിതെറ്റിപ്പോയവരെ പ്രാത്യസ്തോമം ചൊല്ലിക്കൊടുത്ത് ശുദ്ധികർമ്മം നടത്തി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരുടെ മേലെ തീർത്ഥജലം തളിച്ചമ്പലങ്ങളായ അമ്പലങ്ങളിൽ മുഴുവൻ കയറ്റി പ്രദക്ഷിണം ചെയ്യിച്ച് പാപപരിഹാരം നടത്തി അവരെ മുഴുവൻ ഹിന്ദുക്കളാക്കി മാറ്റണം. ഹിന്ദു കൊലയനാവട്ടെ, ഹിന്ദു ഈഴവനാവട്ടെ, ഹിന്ദു നമ്പൂതിരിയാവട്ടെ, ഹിന്ദു നായരാവട്ടെ, എന്താ കുഴപ്പം? ജാതിയിലേക്ക് തിരിച്ചു വന്നാൽ എന്താ കുഴപ്പം? ആ ജാതി അങ്ങനെ തന്നെ ആ ജാതിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ സമൂഹത്തിനെ മുഴുവൻ വഴി നടത്താൻ ആഗ്രഹിക്കുന്ന നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമുക്കത് ഞാൻ പറഞ്ഞത് വിചാരകേന്ദ്രത്തിന് എന്നല്ല, ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന, ഈ സമൂഹത്തിനെ നന്മയിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സാമൂഹിക പ്രവർത്തകർക്കും ഉള്ള ഒരു ഉത്തരവാദിത്വം വഞ്ചനയിലൂടെ മതം മാറ്റപ്പെട്ടെങ്കിലും മതം മാറുവാൻ പ്രാഥമികമായി ഒരു കൂട്ടർക്ക് പ്രേരകമായത് ഉച്ചനീചത്വമാണ്. അതുകൊണ്ട് ആ ഉച്ചനീചത്വത്തെ പരിഹരിക്കുവാൻ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു മാർഗമുണ്ട്. അറിവില്ലായ്മയാണ് ഉച്ചനീചത്വം ഉണ്ടാകുന്നതിന്റെ കാരണം. അതുകൊണ്ട് അറിവിനെ പിടിച്ചു വെച്ചിരിക്കുന്ന, അറിവിനെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന അവരുടെ കൈകളിൽ നിന്ന് അറിവിനെ പിടിച്ചെടുക്കുക. ആ അറിവിനെ ആർജിച്ചാൽ അറിവിൽ എല്ലാവരുടെയും സ്വത്തായി. അറിവ് മാറിയാൽ പിന്നെ ആർക്കും വഴിമാറട എന്ന് പറയാൻ തന്നേടം വരില്ല. അറിവുള്ളവരോട് മാറാൻ പറയാൻ ചങ്കൂറ്റമുണ്ടാവില്ല. ആരോടാണ് വഴിമാറുന്നത് എന്ന് പണ്ഡിറ്റ് കറുപ്പൻ ചോദിച്ചതുപോലെ ആരോടും വഴിമാറാൻ പറയാത്ത ആത്മവിശ്വാസമുള്ള, ആത്മവിശ്വാസം ഇറച്ചിവെട്ടുകാരനും കടല വിൽക്കുന്നവനും ചായ വിൽക്കുന്നവനും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മഹാഭാരതത്തിൽ വേദാന്തം ഉപദേശിക്കുവാൻ ഇറച്ചിവെട്ടുകാരനെ എന്തിനാ വ്യാസൻ ഏർപ്പാട് ചെയ്തത്? എന്തിനായിരുന്നു? ഈ ജാതിയ ഏറ്റവും നീചമായ കർമ്മം എന്ന് വിചാരിക്കുന്ന ഒരു ജോലിയല്ലേ ഇറച്ചിവെട്ട്. ആ ഇറച്ചിവെട്ടുകാരനെ കൊണ്ട് ധർമ്മ ഉപദേശം നടത്തിയെങ്കിൽ ഇറച്ചിവെട്ടുകാരനും ചെരുപ്പ് കുത്തിക്കുമൊക്കെ ആത്മാഭിമാനം ഉണ്ടാക്കുവാൻ വേദാന്തം കൊണ്ട് കഴിയും. അവർ ഉച്ചനീചത്വത്തിന് സ്ഥാനമുണ്ടാവില്ല. അതുകൊണ്ട് ആദിവാസി എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന വനവാസിക്കും ഗ്രാമവാസിക്കും ഹരിജനും ഈഴവനും ആശാരിക്കുമൊക്കെ എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാകാൻ, തങ്ങൾ കേവന്മാരാണെന്നുള്ള സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആർക്കും ഉണ്ടാകാതെ ഇരിക്കാൻ ഗീതയും വേദാന്തവും പഠിപ്പിച്ച് ജാതികളുണ്ടാവട്ടെ, ജാതിയൊന്നും ഇല്ലാതെയാക്കാൻ പറ്റില്ല. പറ്റുമോ? ലോകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു രാജ്യത്തെ കാണിച്ചു തരാമോ ജാതിയില്ലാത്തത്? ലോകത്തിൽ ഏതെങ്കിലും ഒരു മതത്തെ കാണിച്ചു തരാമോ ജാതിയില്ലാത്തത്? ജാതി ലോകം മുഴുവൻ ഉണ്ടാവും. ഒന്നല്ല മറ്റൊരു പേരിൽ ഉണ്ടാകേണ്ടത് ജാതിയില്ലായ്മയല്ല, ജാതീയതയില്ലായ്മയാണ് ഉണ്ടാകേണ്ടത്. ഉണ്ടാകേണ്ടത് ജാതിയില്ലായ്മയല്ല, ഉച്ചനീചത്വരഹിതമായ സമൂഹമാണ്. ജാതി പുതിയതുണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഉച്ചനീചത്വരഹിതമായ ഒരു സമൂഹത്തിനെ സൃഷ്ടിച്ചുകൊണ്ട് വഴിമാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരുവാൻ, ആത്മാഭിമാനമുള്ള ഒരു ഭാവി ലോകത്തിന്റെ മുമ്പിൽ ഭാവി ഭാരതത്തെ സൃഷ്ടിക്കുവാൻ ഘർ വാപ്പസി ഭാരതത്തിന്റെ ചരിത്രത്തിലെ നൈരന്തര്യമാണ്. അതൊരു തട്ടിപ്പല്ല, ചരിത്രത്തിലെ അനിവാര്യതയാണ്. ആ അനിവാര്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ദൗത്യവാഹനന്മാരായി മാറണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.